യുഎസിൻ്റെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കുകയാണ് ഇറാൻ. കീഴടങ്ങില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കനത്ത തിരിച്ചടി നൽകി ഇറാൻ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ അതിനിർണായകമായൊരു വാർത്ത പുറത്തു വരുന്നു. ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കീഴടങ്ങില്ല എന്ന വ്യക്തമായ പ്രഖ്യാപനമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. തുടർച്ചയായി കനത്ത ആക്രമണമാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ നടത്തുന്നത്. അതിനിടയിലാണ് ഇറാൻ അത്യാധുനിക മിസൈലുകൾ വിക്ഷേപിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത്. പശ്ചിമേഷ്യയിലെ യുഎസിൻ്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചത്. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലായ സെജിലാണ് പ്രയോഗിച്ചത്. ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഇറാൻ തങ്ങളുടെ വജ്രായുധം പുറത്തെടുത്തത്. യുദ്ധവുമായി മുന്നോട്ടു പോകുമെന്ന സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. ഡാൻസിംഗ് മിസൈൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ബാലിസ്റ്റിക് മിസൈലാണിത്. ഇറാൻ തന്നെയാണ് ഈ അത്യാധുനിക മിസൈൽ വികസിപ്പിച്ചെടുത്തത്. ഉയരത്തിൽ ദിശ മാറ്റി സഞ്ചരിക്കാനുള്ള സവിശേഷമായ കഴിവ് ഈ മിസൈലിനുണ്ട്. ഇതിനെ ഡാൻസിംഗ് മിസൈൽ എന്ന് വിളിക്കാനുള്ള കാരണം ഇതുതന്നെയാണ്. ഏകദേശം 2000 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധി. 700 കിലോഗ്രാം ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. 18 മീറ്റർ നീളവും 1.25 മീറ്റർ വ്യാസവുമുള്ള മിസൈലിന് ഇസ്രായേലിൻ്റെ പ്രതിരോധ കവചമായ അയൺ ഡോമിനെ പോലും തകർത്ത് മുന്നേറാനുള്ള ശേഷിയുണ്ടെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. വളരെ വേഗം സജ്ജമാക്കി വിക്ഷേപിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയും മിസൈലിനുണ്ട്. ഇതിന് പശ്ചിമേഷ്യയിലുടനീളമുള്ള നിരവധി ലക്ഷ്യങ്ങളിൽ എത്താനുള്ള കഴിവുമുണ്ട്. ഇറാൻ്റെ ഈ വജ്രായുധം രൂപകൽപ്പന ചെയ്തത് 1990കളിലാണ്. ആദ്യമായി പരീക്ഷണ വിക്ഷേപണം നടത്തിയത് 2008 കൂടുതൽ മെച്ചപ്പെടുത്തി 2009 വീണ്ടും പരീക്ഷണം നടത്തി. 2009 ശേഷം 4 പരീക്ഷണങ്ങൾ കൂടി നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേലിലെ സൈനിക ഭരണകേന്ദ്രങ്ങളെയും പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നും ഇറാൻ അവകാശപ്പെടുന്നു. ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയും മിസൈലുകൾ വിക്ഷേപിച്ചതായി റിപ്പോർട്ടുണ്ട്. മാർച്ച് 15 ടെലവീവിലെ 140-ലധികം സ്ഥലങ്ങളിൽ ആക്രമണ സൈറനുകൾ മുഴങ്ങിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. മിസൈൽ ചീളുകൾ ജനവാസ മേഖലകൾക്കും ഒരു US കോൺസുലേറ്റിനും കേടുപാടുകൾ വരുത്തിയതായി റിപ്പോർട്ടുണ്ട്. സജിൽ, അഷൗറ അല്ലെങ്കിൽ അഷുറ എന്നീ പേരുകളിലും സെജിൽ മിസൈലുകൾ അറിയപ്പെടുന്നു. ഷഹാബ് സീരീസ് പോലുള്ള മുൻകാല ദ്രാവക ഇന്ധന മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി നൂതന ഖര പ്രൊപ്പലൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് മിസൈലാണിത്. സെജിൽ മിസൈലുകളുടെ ഏറ്റവും പ്രധാന പ്രത്യേകത ഖര ഇന്ധന സാങ്കേതികവിദ്യയാണ്. ഇത് ദ്രുതഗതിയിലുള്ള വിക്ഷേപണം സാധ്യമാക്കുന്നു. മിസൈലുകളെ കണ്ടെത്താനും നശിപ്പിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. വലിയ ഉയരത്തിൽ കുതിക്കാനും ഇസ്രായേലിൻ്റെ അയൺ ഡോം പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണിൽപ്പെടാതെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്താനും ഈ മിസൈലിന് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.